ഷൈനിയുടെ കുഞ്ഞിനെ ഷൈനിയെ കാണിച്ചിട്ടുണ്ടോ? കാണിച്ചിട്ടില്ല. ഈ കുഞ്ഞിനെ കാണാൻ ഷൈനിക്ക് ആഗ്രഹമുണ്ടോ? അതെനിക്കറിയാം. അമ്മ കഴിച്ചില്ലയോ? കഴിച്ചോ? ആ പിന്നെന്തിനാ ഇപ്പൊ അമ്മ ഒരു 2 മിനിറ്റ് മുമ്പ് പറഞ്ഞു ഇവിടെ ആഹാരം ഒന്നും തന്നില്ലെന്ന്? കള്ളം പറയുന്ന ഇത്രയും സഹായം ചെയ്തു തന്നിട്ട് അവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഇതുവരെ നീയാണോ നോക്കിയത്? നിന്റെ തള്ളയാണോ ഞാന്? കൈ കാണിച്ചേ. കൈ എന്തിനകത്തെടുത്ത് വെക്കുന്നേ? ആ കൈ അന്നും പൊങ്ങത്തില്ലായിരുന്നല്ലോ. ഷൈനി നീരൊന്നും കയ്യിലില്ല. ഷൈനി ഡോക്ടർ വന്നായിരുന്നോ? ഡോക്ടർ വന്നില്ല. ഇവിടെ ഡോക്ടർ വന്നു. ഷൈനി അമ്മച്ചി വീട്ടിൽ നിന്നപ്പോ ആരെങ്കിലും ഗുളിക മരുന്ന് കൊണ്ട് തന്നായിരുന്നോ? എന്നിട്ട് അമ്മച്ചി അവിടെ വീടിനകത്ത് എന്തോ പറഞ്ഞത്? അത് റെഡ്കാർ തിരിഞ്ഞു നോക്കത്തിന് വലിയ എന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്ന അവരും പറഞ്ഞായിരുന്നു. ഇവിടെ വന്നിട്ട് ഷൈനി ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇവിടെ വന്നിട്ട് എന്തിന്റെ മരുന്നാ തരേണ്ടത്? എന്തിന്റെ മരുന്നാ ഷൈനിക്ക് വേണ്ടേ? ഇപ്പോഴും കഴിക്കുന്നില്ലേ? ജന്മിന്റെ മരുന്ന് കഴിക്കുന്നില്ലേ? അമ്മച്ചി ഉണ്ടായിരിക്കും. അമ്മച്ചി പിന്നെന്തുവാ കുഴപ്പം? ജന്മിന്റെ മരുന്ന് കിട്ടുന്നില്ലയോ? ഇവർക്ക് ഓർത്തയെ കാണണം, പറയുന്നത് ഓർത്തയെ കാണണം, അതാണ് ഒരു പ്രശ്നം. എങ്കിൽ പിന്നെ സൂപ്രണ്ടിനെ ചേച്ചി വിളിച്ച് പറഞ്ഞിട്ട് കൊണ്ട് ഓർത്ത ഡോക്ടറെ കാണിച്ചാൽ അവരുടെ ഇപ്പോഴത്തെ ഈ പ്രയാസം തീരും, തിരിച്ചിവിടെ കൊണ്ടാക്കാം. ഞാനിപ്പോൾ ആങ്ങളെ വിളി സംസാരിച്ചായിരുന്നു. ആങ്ങളെ പറയുന്നത് അവിടെ കൊണ്ട് ആരും നോക്കാനില്ല. അവൻ്റെ വയ്യാത്ത ഓട്ടിസം ബാധിച്ചൊരു കുഞ്ഞുണ്ട്. അപ്പം ആ കുഞ്ഞിനെ കൂട്ടിയിട്ട് കണ്ട് അവൻ പോകുന്നു. ഇപ്പം ഇത് പറഞ്ഞ പോലെ വീട് ജപ്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇവരുടെ തൽക്കാല ആശ്വാസത്തിനോ അല്ലെങ്കിൽ അവരുടെ ഒരു വിശ്വാസത്തിനും വേണ്ടി നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോയി ഓർത്തോ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറയുമല്ലോ, ഒരു എക്സ്റേ എടുത്ത് നോക്കിയാൽ അവർ പരാതി തീരുമല്ലോ. അല്ലല്ലേ പറയട്ടെ ആശുപത്രിയിലല്ലേ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകും, അതൊരു പ്രശ്നമല്ല. പക്ഷേ ഈ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഒരു സുരക്ഷിതത്വം വേറെ എങ്ങും പോയാൽ കിട്ടത്തില്ല. അല്ല പിന്നെ എവിടെ പോകും? അല്ല ഈ ആശുപത്രി പോയാൽ അവിടുത്തെ ഈ ട്രീറ്റ്മെന്റ് പൈസയൊക്കെ അല്ല അമ്മ നോക്കി ഇതിന് പൈസയൊക്കെ ആര് തരും അമ്മയ്ക്ക്? ഈ ജിപ്തിയായ വസ്തു എങ്ങനെ വിൽക്കും അമ്മ? ആര് വാങ്ങിക്കും? അമ്മ അല്ലല്ല അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അമ്മയുടെ മകളെ നല്ലതുപോലെ അമ്മയ്ക്ക് നോക്കണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്, ശരിയാണ്. പക്ഷേ നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പറയുന്ന നിങ്ങളെപ്പോലെ ഉത്തരവാദിത്തമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥ അവിടെ ഇരിക്കുന്നേ, അവർ നിങ്ങൾക്ക് നല്ല സംരക്ഷണം കിട്ടാൻ വേണ്ടിയാണ് നിങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ ആക്കിയത്. ഇതിൽ കൂടുതലൊക്കെ അവർ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവർ ചെയ്യാവുന്ന ആ കൊച്ചു അവരൊക്കെ ഇവിടെ കൊണ്ടാക്കിയിട്ട് ഭക്ഷണം പോലും കഴിക്കാൻ നടന്നാ പറയാം. അത്രയും റിസ്ക് എടുത്തിട്ട് സ്വന്തം സഹോദരിയെ പോലെ അവർ ചെയ്തില്ലയോ? ഇവരുടെ കാര്യമാണ് പറഞ്ഞത്. അയ്യോ കൊല്ലുന്ന പണിയൊന്നും ആർക്കും ഇല്ല. അതെന്താ അമ്മ അങ്ങനെ പറയുന്നേ? അമ്മ മരിക്കാനൊക്കെ എല്ലാവർക്കും എളുപ്പമാണ്, പക്ഷെ ജീവിക്കാനാ പാട്. അറിയാം, ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇത്ര റിസ്ക് എടുത്ത് പോലീസ് നിങ്ങൾ വിളിച്ചു പറഞ്ഞനുസരിച്ച് അവർ വന്ന് ഇത്രയും സഹായം ചെയ്തു തന്നിട്ട് അവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? നമ്മൾ ചെയ്ത സഹായത്തിന് നന്ദി കാണിക്കണ്ടേ അമ്മ? നിങ്ങളുടെ ഇത്രയും ദയനീയാവസ്ഥ കണ്ടിട്ട് അവരവിടെ വന്ന് ഈ പറയുന്ന നാട്ടുകാർ മൊത്തവും എന്താ അമ്മയെക്കുറിച്ചും ഈ മോളെക്കുറിച്ചും ഒക്കെ വളരെ നെഗറ്റീവായി സംസാരിച്ചപ്പോഴും നിങ്ങളുടെ കൂടെ ഒന്നുമല്ലേ ഈ പോലീസുകാർ? അല്ലയോ? പിങ്ക് പോലീസ് ഇത്ര കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഇടപെട്ടിട്ട് അവരോട് പറയുമോ മരിക്കുമെന്ന്? അങ്ങനെ അമ്മ പറയണ്ടേ? സന്തോഷേ അതുകൊണ്ട് അമ്മയ്ക്ക് അതാണ് ചോദിക്കാറുണ്ടെന്ന്. അമ്മ ചോദിച്ചമ്മ ചോദിച്ചോ, പറഞ്ഞോ. ഹലോ എടാ, ഞങ്ങളിവിടെ ജീവിക്കുന്നില്ല. ഞങ്ങളുടെ പല കാര്യങ്ങളും ഞങ്ങളിവിടെ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളെ ആശുപത്രിയിലോട്ട് വിട്ടാൽ വിട്ടില്ലെങ്കിൽ ഞങ്ങളെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ കൊല്ലുകയോ തിന്നുകയോ, നീ അവിടെ താമസിക്കുകയോ എന്തോ ചെയ്തോ. എന്നാ നീ എന്താ പറയുന്നത്? ഞങ്ങളിവിടെ തീരണോ അതോ എന്താ വേണം? ഞങ്ങളെ വീട്ടിലോട്ട് ഇറക്കി വിടും. ഞങ്ങളുടെ വീട്ടിലോട്ട് എന്നെ വീട്ടിൽ നിർത്തിവിടും. ഞാൻ നോക്കും. ഇതുവരെ നീയാണോ നോക്കിയത്? നിന്റെ തള്ളയാണോ ഞാന്?
ആന്നാ നീ ഒന്നും പറയണ്ട. നീ എന്തോ പറയുന്നത്? ഞങ്ങൾ എന്തോ എങ്ങോട്ട് പോകണോ ഞങ്ങൾ തീരുമാനിച്ചോളാം. കൊച്ചും വേണ്ട, ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഇടന്നാളെ. നിനക്ക് അനുഭവങ്ങൾ ഞങ്ങൾ ആശുപത്രി കിടക്കും. ഞങ്ങൾ ആശുപത്രിയിൽ പോയി കിടന്നോളാം. ഞാൻ നോക്കും. നീ നോക്കണ്ട, നീയാ നോക്കുന്നത്. ആ ഉണ്ട്. മൊത്തം കൂടെ നിന്റെ ഓഹരിക്ക് വെക്കാനാണോ നീ കിടന്ന് വിളയാടുന്നേ? എന്നാ മിണ്ടാതി മിണ്ടാരി. നിനക്കറിയാം. പക്ഷെ ഞങ്ങൾ ആശുപത്രി കിടക്കാം. നീ ആശുപത്രിയിൽ വരണ്ട. നീ ഞങ്ങൾക്കൊന്നും തരികയും വേണ്ട. നീ ഭക്ഷണം തരണ്ട. നീ പല്ലല്ലേ ഞങ്ങൾക്ക് പണം തരുന്നത്. ഭർത്താവിന് ഇവര് നോക്കത്തില്ല. നോക്കുവോ? നോക്കത്തില്ല. അവൻ കാരണമാണ് സംഭവിച്ചത്. കൊല്ലൂർ ആശുപത്രിയിൽ പ്രസവം കൊണ്ട് ചെല്ലുമ്പോഴേ ഡോക്ടർമാർ പറഞ്ഞു അവിടുന്ന് പോയി പുറത്തെ തിരുവനന്തപുരത്ത് കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുപോയില്ല. ഞാൻ പറഞ്ഞു എന്ത് വന്നാലും ഞാൻ സമ്മതിച്ചോളാം, ഞാൻ ഏറ്റോളാം എന്നുള്ള എഴുതി ഒപ്പുവെച്ചോളെ. ഓ അത് ശരി. എന്നിട്ട് ഈ പിന്നെ അപ്പോൾ അവൻ്റെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ വഴി കിട്ടിയ പൈസ എന്തെങ്കിലും ചിലവഴിച്ചിട്ടുണ്ടോ? ഈ ഇവർ കൊടുക്കുകയും ചെയ്തായിരുന്നോ? ഇല്ല, അവൻ കൊടുത്തില്ല. അന്ന് ഈ ആശുപത്രി വീട്ടിലോട്ട് വന്നിട്ടില്ലല്ലോ. അവൻ ആശുപത്രിയിൽ വെച്ച് അന്ന് അവിടെ പോയതില്ലേ. അന്ന് ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഇപ്പൊ ഞങ്ങൾ ആശുപത്രി കൊച്ചിനെ കാണാൻ ചെന്നപ്പോ കിടക്കുന്നവര് പറഞ്ഞ പിന്നെ ഒരേ ഒരു ഇയാൾ ആങ്ങളെ, ഞാൻ പറഞ്ഞ ആങ്ങളെ അന്നോടെ ഇപ്പൊ ഈ കൊച്ചിനെ എങ്ങനെ നിങ്ങൾ കൊണ്ടുവന്ന് നോക്കാം. ആ കൊച്ചിനെ കാലം ആശുപത്രി വെച്ച് പിടിച്ച് വലിക്കുകയും തിരികെയും ഒഴിക്കുകയൊക്കെ ശ്രമിച്ചു പോയി. അത് ശരി. എന്നിട്ട് ആ കൊച്ചിനെ അമ്മ ഒരു ദിവസം അവിടെ കാണാൻ ചെന്നപ്പോ അമ്മയെ പിടിച്ച് ആശുപത്രി പിടിച്ച് വെളിയിറക്കി വിട്ട് അല്ലാത്ത ഒരു ഉപദ്രവമായിരുന്നു അവൻ. അങ്ങനെ ഈ ഇത് വന്നില്ലേ നമ്മളെ ഷോക്ക് വന്നതിന് ശേഷമാണ് മെഡിക്കലിലെ ഡോക്ടറെ പരിശോധിച്ചെന്ന് പറഞ്ഞ് തലച്ചോറിന്റെ ഞരമ്പങ്ങൾ പിന്നെ ചതവായി കിടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇത് അന്വേഷിച്ചപ്പോഴാണ് ഇവര് ഈ ആശുപത്രി പോകുന്ന 2 ദിവസം മുമ്പ് പിടിച്ചോളം നടന്ന് ഈ കൊച്ചിനെ തല പിച്ചിലാണ് പിടിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് കൂടെ കൊണ്ടുപോയാലും കൊണ്ട് കൊല്ലത്തേ ഉള്ളത്. അവന്റെ വേറെ കെട്ടി അവന് അവന് 10-18 വയസ്സ് പ്രായമുള്ള പിള്ളേരുള്ളത്. അവൻ വേറെ കിട്ടി. ഇത് രണ്ടാമത് ഇത് കല്യാണം കഴിയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അത് ശരി. അവന് വേറെ 10-18 വയസ്സ് പ്രായമുള്ള 2 പെൺപിള്ളേർ ഒരു പെൺകൊച്ചു ചെറുക്കനും ഉണ്ട്. അതുകൊണ്ടാണ് അവൻ ഈ കൊച്ചു പ്രഗ്നന്റ് സമയത്ത് ഇങ്ങനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തത്. അവര് ഇവനെ കളഞ്ഞിട്ട് ഇവന്റെ ഈ സോങ് കൊണ്ട് അവര് കളഞ്ഞിട്ടാണ് പോയത്. തള്ളയും പിള്ളേര് തിരിഞ്ഞു നോക്കത്തില്ല ഇപ്പൊ. ഓ അത് ശരി. അങ്ങനെ ഈ പൊല്ലുരാങ്ങാണ്ട് വെച്ച് കണ്ടുമുട്ടിയാണ് ഈ ഞങ്ങളൊന്നും അറിയുന്നില്ലല്ലോ. ഇവരങ്ങനെ സ്നേഹത്തിലായത്. ആന്നല്ലേ? എന്തൊരു ക്രൂരത കണ്ടല്ലോ. ഇതിനകത്തും ഈ പറയുന്ന അമ്മയുടെ പിടിവാശി അവിടെ നിൽക്കുന്നത്. അല്ല, എന്തിനാ ഈ സ്വന്തം മകനോട് സംസാരിച്ചതാ, എന്നിട്ടും അവിടെയും അമ്മ ഞാൻ പിടിവാശി കാണിക്കുക. ഇത് ആരോട് അമ്മ പിടിവാശി കാണിക്കുന്നേ? അമ്മ ഇവിടെ രാവിലെ എന്തോ കഴിച്ചേ? രാവിലെ എന്തോ തന്നിവിടെ? പുട്ടും കഴിച്ചോ? ഷൈനി കഴിച്ചോ? അമ്മ കഴിച്ചില്ലയോ? കഴിച്ചോ? പിന്നെന്തിനാ ഇപ്പൊ അമ്മ ഒരു 2 മിനിറ്റ് മുമ്പ് പറഞ്ഞു ഇവിടെ ആഹാരം ഒന്നും തന്നില്ലെന്ന്? കള്ളം പറയുന്ന ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് അതൊന്നും ഇനി അറിയണ്ട. ഞങ്ങൾക്ക് ആശുപത്രി പോകാം. ഞങ്ങൾക്ക് പുട്ടിന്റെയും ദോശയുടെയും ചോറിന്റെയും കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയണ്ട. പിന്നെ കള്ളം പറയുന്നത് എന്തിനാ? ഈ അമ്മച്ചി എന്തിനാ ഈ കള്ളം പറയുന്നേ? എന്തായാലും ഇത് ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കാം, ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. കാരണം ഈ അനസ്തേഷ്യ നൽകി അവശയായ ഒരു ഷൈനി എന്ന ഒരു 35 വയസ്സുകാരി, അവർക്ക് അഭയമായി മാറിയത് കൊല്ലൂരിലെ പിങ്ക് പോലീസും കൊല്ലൂർ തന്നെ ഒരു അഗതി മന്ദിരമാണ്. അവിടെ കുറേ ദിവസങ്ങൾ ഒരാഴ്ചയായി ഇപ്പോൾ ഇവിടെ തന്നെയാണ് അവർ കഴിയുന്നത്. ഇപ്പോൾ ശരിക്കും അവർ ആദ്യം ഇവിടെ കൊണ്ടുവന്ന ദിവസം തന്നെ ഞാൻ വന്ന് ഇവരെ കാണുകയൊക്കെ ചെയ്തു. അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഈ പറയുന്ന അമ്മയ്ക്കും ഉണ്ട്, ആ ഷൈനിക്കും ഉണ്ട്. ഏതാണ്ട് ദുരിതപൂർണമായ ഒരു ജീവിതത്തിൽ നിന്നാണ് ഷൈനി ഈ ദുരിതത്തിലേക്ക് വഴുതി വീണത്. ഭർത്താവ് തിരിഞ്ഞു നോക്കുന്നില്ല. ഷൈനിയുടെ അക്കൗണ്ടിൽ കിടന്ന മുഴുവൻ പൈസയും അടിച്ചു മാറ്റിക്കൊണ്ട് ഭർത്താവ് എന്ന് പറയുന്ന അജി, അഞ്ചൽ സ്വദേശിയാണ്, അഞ്ചൽ പടിഞ്ഞാറ്റിങ്കർ സ്വദേശിയാണ്. ആ അജിയുടെ ഫോൺ നമ്പർ പോലും ഇല്ല. അവൻ മുങ്ങി. അവനിപ്പോഴും ഈ ദുർമന്ത്രവാദവും ഈ വശീകരണ തന്ത്രവുമായിട്ട് നടക്കുന്നതാണ് സഹോദരൻ പറയുന്നത്. സഹോദരൻ്റെ വാക്കുകൾ അങ്ങനെയാണ്. അപ്പോൾ ഒടുവിൽ ഈ ഏറ്റവും അവസാനം ഈ സംഭവങ്ങളൊക്കെ ഏതാണ്ട് ഈ കുട്ടിയുടെ കൈവയ്യ, ഒരു സൈഡ് പൂർണ്ണമായും ചലനശേഷി നഷ്ടപ്പെട്ടു, ഇവിടെ അഗതി മന്ദിരത്തിൽ കഴിയുകയാണ്. ഈ അജി എന്ന് പറയുന്ന ഒരുത്തനുണ്ട്, ഇവരുടെ ഭർത്താവ്, തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ആശുപത്രിയിൽ വെച്ച് പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് സഹോദരൻ പറയുന്നത്. ഈ മരുമോൻ അമ്മയെ അടിച്ചായിരുന്നു ആശുപത്രി വെച്ച്? അല്ല, അമ്മ അടിച്ചായിരുന്നോ? ആശുപത്രി വെച്ച് അടിച്ചായിരുന്നോ? അല്ല, ഞാൻ ഇഷ്ടമല്ല. അവൻ അമ്മയെ പിടിച്ചു തള്ളിയായിരുന്നോ? അവന്റെ അമ്മയല്ല, അവന്റെ അച്ഛനെ പിടിച്ചു തള്ളി കൊന്നതവൻ. ഈ ഭർത്താവ് നിങ്ങളെ സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇപ്പോഴും? എന്നെ സ്വീകരിക്കും. അയാളെ കണ്ടിട്ട് എത്ര നാളായി?
ആശുപത്രിയിൽ നിന്ന് വന്നു. ഇപ്പൊ 6-7 മാസം എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഇഷ്ടമാണ് കൂടെ ജീവിക്കാൻ. അയക്കും എന്നെ ഇഷ്ടമാണ്, അതെനിക്കറിയാം. അല്ല, അയാൾക്ക് ഇഷ്ടമാണെന്ന് ഷൈനിക്ക് തോന്നുന്നില്ലയോ? അവന് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ ഷൈനി ഒന്ന് കാണാൻ പറ്റത്തില്ലയോ? ഷൈനിയുടെ എത്ര രൂപ അവൻ ഷൈനിയുടെ അക്കൗണ്ടിൽ നിന്ന് എടുത്തോണ്ട് പോയി? അത് ഓരോരുത്തർ അയച്ചു കൊടുക്കുന്ന പൈസ അണ്ണ അതെടുത്ത് ചെലവഴിയില്ലേ. അന്ന് ഈ അനസ്തേഷ്യ തന്ന ഒരു സൈഡ് തളർന്ന് കിടന്ന് ആശുപത്രി കിടക്കുമ്പോൾ ഒരുപാട് ആളുകൾ സഹായിച്ചില്ലേ ഷൈനിയെ? സഹായിച്ചില്ലയോ? അതിന്റെ ഒരു പൈസയെങ്കിലും ഭർത്താവ് അജി തന്നോ ഷൈനിക്ക്? എനിക്ക് തന്നില്ല. ഈ ആശുപത്രി ചികിത്സയ്ക്ക് ചെലവാക്കിയായിരുന്നോ? ഇല്ല. ഈ പരിപൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഷൈനിയെ അടിച്ചായിരുന്നോ? ഒരു വട്ടം അടിച്ചായിരുന്നു. തലപിടിച്ച് ഭിത്തിയിലല്ലോ അടിച്ചായിരുന്നോ? ഭിത്തിയിൽ ഇങ്ങനെ ആക്കി. ഷൈനിയുടെ ഈ ഒരു സൈഡ് പൂർണ്ണമായും ചലനശേഷി നഷ്ടപ്പെട്ടതിന് ശേഷം ഈ അജി വന്നിട്ടുണ്ടോ ഷൈനിയെ കാണാൻ? വന്നിട്ടുണ്ടോ? ഷൈനിയുടെ കുഞ്ഞിനെ ഷൈനിയെ കാണിച്ചിട്ടുണ്ടോ? കാണിച്ചിട്ടില്ല. ഈ കുഞ്ഞിനെ കാണാൻ ഷൈനിക്ക് ആഗ്രഹമുണ്ടോ? ഈ അജിയെ കാണാൻ ആഗ്രഹമുണ്ടോ? എനിക്കുണ്ട് കാണാൻ. അമ്മ ഇഷ്ടമല്ല, എനിക്കിഷ്ടം. എന്നെ പ്രേമിച്ചെന്ന് പ്രേമൊന്നുമില്ല. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് പ്രേമിച്ച്. ഈ ഷൈനി നിങ്ങൾ തമ്മിൽ പ്രണയിക്കുന്ന സമയത്ത് അവൻ വിവാഹിതനാണെന്നും ഒരു 10-16 വയസ്സുള്ള കുഞ്ഞിന്റെ അച്ഛനാണെന്നും ഒക്കെ ഷൈനിക്ക് അറിയായിരുന്നോ? എനിക്കറിയത്തില്ല. ഒരു കുഞ്ഞുണ്ടെന്ന് അറിയാണ്ടന്. അല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്ന് കെട്ടിയതാന്ന് പറഞ്ഞായിരുന്നു. ഷൈനി ചോദിക്കട്ടെ, ഷൈനിക്ക് മക്കളെ ഷൈനിയുടെ കുഞ്ഞിനെയും ഈ ഭർത്താവ് അജിയെയും കാണാനും ആ അജിക്കൊപ്പം ജീവിക്കാനും ആഗ്രഹമുണ്ടോ? എനിക്കുണ്ട്. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളോട് കൂടി ജീവിക്കാൻ ആഗ്രഹമുണ്ട്. എൻ്റെ ഭർത്താവിനോട് കൂടി ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കുണ്ട്. ഇവൻ ഈ അജി വരുമെന്ന് ഷൈനിക്ക് വിശ്വാസമുണ്ടോ? എനിക്ക് വരും, എന്നെ ഇഷ്ടമായിരിക്കും. എനിക്കറിയാം. ഞാൻ അതുപോലെ ഞങ്ങൾ സ്നേഹിച്ച് വളർന്നത്, സ്നേഹിച്ച് ജീവിച്ചത്. ആദ്യമായിട്ടുണ്ടായ കുഞ്ഞ്. അമ്മയ്ക്ക് പേടിയ. ശരിക്കും പുനലൂർ പിങ്ക് പോലീസാണ് ഈ ഷൈനിയെയും ആ ഷൈനിയുടെ അമ്മയെയും ഇവിടെ അഗതി മന്ദിരത്തിൽ ഏൽപ്പിക്കുന്നത്. ശരിക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് വിവരം ലഭിച്ചത്? കൊല്ലം റൂറൽ പോലീസ് കൺട്രോൾ റൂമിൽ ഇങ്ങനെ വിവരം ലഭിച്ചു. ഇങ്ങനെ പിറവന്തൂർ ശാസ്താംപടിക്കലുള്ള അമ്പലത്തിന് സമയമുള്ള ഒരു വീട്ടിൽ ഒരു കുട്ടി ഇങ്ങനെ തളർന്നു കിടക്കുന്നതായിട്ടും കൂടെ അവരുടെ അമ്മയുണ്ട്, മറ്റാരും സഹായത്തിന് ഒരു സംരക്ഷണത്തിന് ആരും ഇല്ലാത്തൊരവസ്ഥയിലാണെന്നും പറഞ്ഞ് ഈ കൺട്രോൾ റൂമിൽ ഒരു വിവരം ലഭിച്ചനുസരിച്ച് ഞങ്ങളെ പറഞ്ഞയക്കുകയായിരുന്നു പോയി നോക്കാനും കൊണ്ട്. ആ വീട്ടിൽ ആ ഷൈനി എന്ന് പറഞ്ഞ കുട്ടി പൂർണ്ണമായിട്ടും തളർന്നു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. എല്ലാം എന്നുവെച്ചാൽ ഒന്നും എഴുന്നേക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ തളർന്നു കിടക്കുകയായിരുന്നു. ദുർഗന്ധമുള്ള ഒരു അവസ്ഥയിൽ തന്നെയല്ല, വീട്ടിലോട്ട് കയറിപ്പോകുന്ന വഴി പോലും ഒരു വയലിൻ്റെ വരമ്പിൽ കൂടെ കയറിപ്പോകുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലാണ് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒന്ന് സഹായം എത്തിച്ചെന്ന് അയൽവക്കക്കാരാണ് ഈ ആഹാരവും മറ്റു സാധനങ്ങളൊക്കെ കൊടുത്തോണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ തിരക്കി പിടിച്ചാണ് ഞങ്ങൾ ഈ മദർ തെരേസ കോൺവെന്റിൽ കൊണ്ടുവന്ന് അവരെ ഏൽപ്പിച്ചത്. ഇപ്പോൾ അവരിവിടെ നല്ല സംരക്ഷണത്തിലാണ് കഴിഞ്ഞു വരുന്നത്. അല്ല, അവിടെ ചെല്ലുമ്പോൾ ശരിക്കും പറഞ്ഞാലേ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ, വേറെ ആരുമില്ല, മകൾ മാത്രമേ ഉള്ളൂ. ഇവർ ഈ ചെലവിന് കാര്യങ്ങൾക്കൊക്കെ അയൽവക്കക്കാർ കൊടുക്കുന്നതുകൊണ്ടാണ് അവർ സഹായം കൊണ്ടാ കഴിയുന്നത്. പക്ഷേ ഇതിനകത്ത് ഈ ഭർത്താവ്, അവർ പറയുന്നവരുടെ ഭർത്താവ് ഇവരെ പ്രസവത്തിന് ആ കൊച്ച് പ്രസവവും ഈ ഒരു സൈഡ് അനസ്തേഷ്യ നൽകി അവശയായതിനു ശേഷം തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അതും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അവർ നാട്ടുകാരുണ്ട്? അവര് നമ്മളോടും അങ്ങനെ പറഞ്ഞ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയി പ്രസവത്തിന് അനസ്തേഷ്യ കൊടുത്തപ്പോൾ ഉണ്ടായ തളർച്ചയാണെന്ന് അവർ നമ്മളോട് പറഞ്ഞു. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽസ് എന്തോന്നും അറിയത്തില്ല. പിന്നെ അതോടുകൂടി ഭർത്താവ് അവരെ ഉപേക്ഷിച്ച് പോയി. പിന്നെ ഈ വയസ്സായ അമ്മയും ഈ കുട്ടിയും മാത്രമേ ആ വീട്ടിലുള്ളൂ. എന്തായാലും ഒരിത്തിരി പിടിവാശിക്കാരിയൊക്കെ, അമ്മ ഇത്തിരി പിടിവാശിക്കാരിയൊക്കെ തോന്നുന്നല്ലേ പ്രായം ചെന്നതിൻ്റെ ഒരു പിന്നെ പ്രത്യേകിച്ച് പിന്നെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയ ഒരു അവസ്ഥ ആകുമ്പോൾ പ്രശ്നമൊക്കെ ഉള്ളത്. ഈ മദർ തെരേസ കോൺവെൻറ്റിലെ ഈ അമ്മമാരൊക്കെയാണ് ഇവരെ നോക്കുന്നതും പരിചരിക്കുന്നതുമൊക്കെ. ശരിക്കും ഒരു അഭയകേന്ദ്രമായി മാറുമ്പോൾ ഇതിന് സഹായമായി എത്തിയത് പുനലൂർ പിങ്ക് പോലീസും അതുപോലെ നമ്മുടെ ഈ മദർ തെരേസ കോൺവെൻറ്റിലെ അമ്മമാരുമൊക്കെയാണ്. ഭർത്താവുമൊത്ത് ജീവിക്കണം എന്ന ഭയങ്കര ആഗ്രഹം, ഈ കുഞ്ഞിനെ കാണണമെന്ന അതിയായ ആഗ്രഹത്തിലാണ് ഈ ഷൈനി ആ വീട്ടിൽ കഴിയുന്നത്, ഇവിടെ ഈ അഗതി മന്ദിരത്തിൽ കഴിയുന്നത്. പക്ഷേ ഭർത്താവ് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ആ കുഞ്ഞിനെ പോലും കൊണ്ട് കാണിക്കാത്ത ഒരു വളരെ ദയനീയമായ അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്.